Good morning, ma'am. Good morning. Good morning, all. Good morning, Miss. Good morning, ma'am. Good morning, ma'am. Good morning, Miss. Yes, sir. Biomedical waste management എല്ലാം എടുക്കുന്നത് നോക്കിയോ? കഴിഞ്ഞ ദിവസം എടുത്തതൊക്കെ നോക്കിയോ എല്ലാവരും? ഓക്കെ അല്ലേ? ഓക്കെ. മിസ് ആ ഒരു ടേബിൾ വരെയല്ലേ മിസ് എടുത്തിരിക്കുന്നത്? അല്ലേ? കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് ഷാർപ്പ് വേസ്റ്റ്, ഇൻഫെക്ഷസ് വേസ്റ്റ്, പാത്തോളജിക്കൽ വേസ്റ്റ് അല്ലേ? ബാക്കി എടുക്കാം കേട്ടോ. ഇത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഇല്ല കേട്ടോ. ആതിര മിസ് നെക്സ്റ്റ് അവർ ആതിര മിസ് എടുക്കുന്നതാണ് കേട്ടോ. ഇംഗ്ലീഷ് മിസ് ഇംഗ്ലീഷ് ഇല്ല, അതിന് പകരമാണ് കേട്ടോ മിസ് എടുക്കുന്നത്. കുഴപ്പമുണ്ടോ? ഇല്ല. ഓക്കെ. ഓക്കെ. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് 1998 അല്ലെ? നമ്മുടെ ഗവൺമെന്റ് എന്താണ് ഓരോ കാര്യങ്ങൾക്ക് അല്ലെ അത് കറക്റ്റ് രീതിയിൽ മാനേജ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് റൂൾസ് നടപ്പിലാക്കാറുണ്ട് അല്ലെ? ഓരോ നിയമങ്ങൾ കൊണ്ടുവരാറുണ്ടല്ലോ. ഇപ്പൊ റോഡുമായി ബന്ധപ്പെട്ട് അല്ലെ, ട്രാഫിക്കുമായി ബന്ധപ്പെട്ട ഒരുപാട് വെഹിക്കിളുമായി ബന്ധപ്പെട്ട ഒരുപാട് നിയമങ്ങളുണ്ട് അല്ലെ? നമ്മുടെ വേസ്റ്റുമായി പൊല്യൂഷൻസുമായി ബന്ധപ്പെട്ടുണ്ട് അല്ലെ? അതേപോലെ എന്താണ് ഹോസ്പിറ്റലില് പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റുമായി ബന്ധപ്പെട്ട് അതെങ്ങനെ കറക്റ്റ് രീതിയിൽ സേഫ് ആയിട്ട് സുരക്ഷിതമായിട്ട് മാനേജ് ചെയ്യണം, അതെങ്ങനെ ഡിസ്പോസ് ചെയ്യണം എന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പരിസ്ഥിതി വന മന്ത്രാലയം എന്താണ് റൂൾസ് പുറത്തിറക്കുകയും വികസിപ്പിക്കുകയും അത് റിലീസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അത് എന്നാണ് പ്രാബല്യത്തിൽ വന്നതെന്ന് വെച്ചാൽ 1998 ബയോമെഡിക്കൽ വേസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് ഹാൻഡ്ലിംഗ് റൂള് പ്രാബല്യത്തിൽ വന്നത്. ഈ ഒരു റൂളിൽ പറയുന്നത് എന്താണ്, വേസ്റ്റുകൾ നമുക്കറിയാം പല ഹോസ്പിറ്റലില് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിലൊക്കെ വേസ്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ? ക്ലിനിക്കുകള് ലബോറട്ടറീസിലല്ലേ? അപ്പൊ ഈ മാലിന്യങ്ങള് എല്ലായിടത്തും പ്രൊഡ്യൂസ് ചെയ്യുന്ന മാലിന്യ സംസ്കരണത്തിന് ഏകീകൃത ശുപാർശകളും പരിശീലന കോഡുമാണ് ഈ റൂള് വാഗ്ദാനം ചെയ്യുന്നത്. നമ്മുടെ എന്താണ് 1998 പുറപ്പെടുവിച്ച പ്രാബല്യത്തിൽ വന്ന ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് ഹാൻഡ്ലിംഗ് റൂളിൽ പറയുന്നത് എന്താണ്, ബയോമെഡിക്കൽ മാലിന്യ സംസ്കരണത്തിന് ഏകീകൃത ശുപാർശകളും പരിശീലനം നമുക്ക് ഡിസ്പോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അത് നമ്മൾ കറക്റ്റ് രീതിയിൽ സേഫ് ആയിട്ട് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ട പരിശീലന കോഡുമാണ് ഈ റൂൾസിൽ പ്രതിപാദിക്കുന്നത്. നമുക്കറിയാം ഓരോ റൂൾസും വരുമ്പോ എന്ത് ചെയ്യുന്നുണ്ട്, ആദ്യം ഒരു വർഷത്തിൽ ഇപ്പൊ 98 കൊണ്ടുവന്നാൽ തന്നെ എന്ത് ചെയ്യും, അത് കുറച്ചു നാൾ കഴിയുമ്പോൾ അതിനെന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടി വരും അല്ലെ? ചേഞ്ചസ് കൊണ്ടുവരണല്ലോ വേസ്റ്റുകൾ കൂടുന്നതിനനുസരിച്ച്, അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റുകളുടെ അടിസ്ഥാനത്തിൽ അല്ലെ? അപ്പൊ ഇതിന്റെ ആദ്യത്തെ ഭേദഗതി നിലവിൽ വന്നത് 1998 പുറപ്പെടുവിച്ച ഈ റൂൾസിന് ആദ്യ ഭേദഗതി പുറത്തിറങ്ങിയത് 6/3/2000 സെക്കൻഡ് അമെന്റ്മെന്റ് രണ്ടാമത്തെ അമെന്റ്മെന്റ് വന്നത് 17/9/2003 നെക്സ്റ്റ് അമെന്റ്മെന്റുകൾ വന്നത് 2018 2019 നോക്കിയാണോ മിസ്സുക പറഞ്ഞത്? ഹോസ്പിറ്റലില് അപ്പൊ നോക്കിയേ, നമുക്ക് അതൊന്ന് നോക്കാം അല്ലെ? Okay, the Ministry of Environment and Forest MOEF ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ. MOEF സ്റ്റാൻഡ്സ് ഫോർ നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നതാണ്, അടയാളപ്പെടുത്തുക. The Ministry of Environment and Forest have promptly developed and released guideline to the hospital to guarantee the safe and correct disposal of waste. എന്താണ് പരിസ്ഥിതി വന മന്ത്രാലയം
എന്താണ് ഹോസ്പിറ്റലിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മാലിന്യങ്ങള് സുരക്ഷിതവും കൃത്യമായി സംസ്കരിക്കുന്നതിന് ഉറപ്പ് നൽകിക്കൊണ്ട് എന്താണ് മാർഗനിർദ്ദേശങ്ങള് വികസിപ്പിക്കുകയും പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട് അല്ലെ. ഓരോ വേസ്റ്റുകൾ ഇപ്പൊ നമ്മ പറഞ്ഞു ഇൻസിനറേഷൻ ടെക്നോളജി കേട്ടിട്ടുണ്ടോ? ഓട്ടോക്ലേവിംഗ് ഉണ്ട്, ഇൻസിനറേഷൻ ഉണ്ട്, ലാൻഡ് ഡിസ്പോസൽ ഉണ്ട്, മൈക്രോവേവിംഗ് ഉണ്ട്, ഇങ്ങനെ ഒരുപാട് ഡിസ്പോസൽ മെത്തേഡുകൾ ഉണ്ട് കേട്ടോ, നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ എന്താണ് ഓരോ വേസ്റ്റുകളും ഓരോ ഡിസ്പോസൽ മെത്തേഡുകളായിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പൊ ഓരോ വേസ്റ്റുകളും കറക്റ്റ് രീതിയിൽ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അത് ഡിസ്പോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഹോസ്പിറ്റലുകൾക്ക് മാർഗനിർദ്ദേശങ്ങൾ വികസിപ്പിക്കുകയും അതെന്താണ് റിലീസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു റൂള് പ്രാബല്യത്തിൽ വന്നത് എന്നാണ്? ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് ഹാൻഡ്ലിംഗ് റൂൾ 1998 came into effect. ഇത് പ്രാബല്യത്തിൽ വന്നത് 1998 ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ, അടയാളപ്പെടുത്ത ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ. It offers uniform recommendation and code of practice for biomedical waste management. അല്ലെ, ഇതാണ് ബയോമെഡിക്കൽ വേസ്റ്റ് സംസ്കരണത്തിന് വേണ്ടി ഡിസ്പോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏകീകൃത ശുപാർശകളും പരിശീലന കോഡുമാണ് അല്ലെ. ഓരോ വേസ്റ്റുകളും എങ്ങനെ ഡിസ്പോസ് ചെയ്യണം, എങ്ങനെ കൈകാര്യം ചെയ്യണം, ഓരോ വേസ്റ്റും ഏത് കളർ കണ്ടെയ്നേഴ്സ് ബാഗ്സിലാണ് സൂക്ഷിക്കേണ്ടത് അല്ലെ. അപ്പൊ അതിനൊക്കെ അനുസരിച്ച് പരിശീലന കോഡ് ഈ ഒരു റൂള് നൽകുന്നുണ്ട്, വാഗ്ദാനം ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് ഫസ്റ്റ് അമെന്റ്മെന്റ്. നമ്മൾ പറഞ്ഞു ഒരു റൂള് വന്നു കഴിഞ്ഞാൽ കാലക്രമേണ നമുക്ക് അതിൽ ചേഞ്ചസ് വരുത്തണം അല്ലെ, മാറ്റങ്ങൾ വരുത്തണല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് അമെന്റ്മെന്റ്, ഫസ്റ്റ് ചേഞ്ചസ് ഭേദഗതി വന്നത് 6/3/2000 രണ്ടാമത്തെ അമെന്റ്മെന്റ് 17/9/2003 നെക്സ്റ്റ് 3-4 അമെന്റ്മെന്റ് വന്നത് 2018 2019 ഓക്കെ ആണോ? സ്പീഡ് കൂടുന്നുണ്ടോ? കൂടിയോ? ഇല്ല. നെക്സ്റ്റ് പറയുന്നത് വാട്ട് ഈസ് ബയോമെഡിക്കൽ വേസ്റ്റ് ആസ് പെർ ലോ. ഈ ലോ അനുസരിച്ച് വേസ്റ്റിലെ ബയോമെഡിക്കൽ വേസ്റ്റിലെ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നോക്കിയേ. ബയോമെഡിക്കൽ വേസ്റ്റ് ഷാൾ നോട്ട് ബി കമ്പൈൻഡ് വിത്ത് അതർ വേസ്റ്റ് അല്ലെ. നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? മറ്റ് വേസ്റ്റുകളുമായിട്ട് ബയോമെഡിക്കൽ വേസ്റ്റുകൾ കമ്പൈൻ ചെയ്യാൻ പാടില്ല അല്ലെ, കൂടിക്കലർത്താൻ പാടില്ല. നമ്മൾ ജനറൽ വേസ്റ്റ് പറഞ്ഞു അല്ലെ, ബോട്ടിൽ എന്താണ് കാർട്ടൺ ബോക്സ്, പേപ്പേഴ്സ്, ഫുഡ് വേസ്റ്റ്. അപ്പൊ അതുമായി നമുക്ക് ഈ ബയോമെഡിക്കൽ വേസ്റ്റ് കൂട്ടിക്കലർത്താൻ പാടുണ്ടോ? അത് എന്താണ് ഹസാർഡസ് അല്ല അല്ലെ, അപകടകരമല്ലാത്ത വേസ്റ്റുകളല്ലേ ജനറൽ വേസ്റ്റുകൾ അല്ലെ. അപ്പൊ എന്താണ് അങ്ങനെയുള്ള മറ്റ് വേസ്റ്റുകളുമായിട്ട് നമ്മ എന്താണ് ബയോമെഡിക്കൽ വേസ്റ്റുകൾ കൂട്ടിക്കലർത്താൻ പാടില്ല. നമ്മുടെ വീട്ടില് ഒരുപാട് പ്ലാസ്റ്റിക്കുകൾ വരാറുണ്ട് അല്ലെ, പ്ലാസ്റ്റിക് ബാഗുകൾ അല്ലെ, കണ്ടെയ്നേഴ്സ്. അതേപോലെ നമ്മുടെ വീട്ടിൽ എന്താണ് ഫുഡ് വേസ്റ്റ് വരാറുണ്ട് അല്ലേ, ഫുഡ് വേസ്റ്റ് വരാറുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ഇത് രണ്ടും കൂടി കൂട്ടിക്കലർത്തിയിട്ടാണോ കൊണ്ടുപോയി കളയുന്നത്? ആണോ? അല്ല അല്ലെ. എന്ത് ചെയ്യും? അപകടകരമായ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ എന്ത് ചെയ്യും? നമ്മ വേറെ ചാക്കുകളിലോ ബാഗ്സിലൊക്കെ ആയിട്ട് സൂക്ഷിച്ചിട്ട് എന്ത് ചെയ്യും? ഹരിതകർമ്മസേന വരുമ്പോ കൊടുത്തില്ലേ പ്ലാസ്റ്റിക് ബോട്ടിൽസ് അല്ലെ. ഫുഡ് വേസ്റ്റ് ഒക്കെ എന്ത് ചെയ്യും? നമ്മ എന്തെങ്കിലും മരത്തിന്റെ വൃക്ഷത്തിന്റെ അടിയിൽ കൊണ്ടുപോയി സോർട്ട് ചെയ്ത് വെച്ചിട്ട് ഫുഡ് വേസ്റ്റ് ഒക്കെ നമ്മൾ പുറത്ത് കളയില്ലേ, ഏതെങ്കിലും മരത്തിന്റെ അടിയിൽ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ അത് വളമായിരിക്കും മാറും അല്ലേ അല്ലെ. അപ്പൊ എന്താണ്? കമ്പോസ്റ്റ് ഒക്കെ ആയിട്ട് മാറും അല്ലെ. അപ്പൊ അതുപോലെ എന്താണ് നമ്മ ബയോമെഡിക്കൽ വേസ്റ്റുകള് മറ്റു വേസ്റ്റുകളുമായിട്ട് കൂട്ടിക്കലർത്താൻ പാടില്ല. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് ബയോമെഡിക്കൽ വേസ്റ്റ് ഷാൽ ബി സെപ്പറേറ്റഡ് ഇൻടു കണ്ടെയ്നേഴ്സ് or bags at the point of generation prior to its storage, transportation, treatment and removal. എന്താണ് നമ്മ ബയോമെഡിക്കൽ വേസ്റ്റ് എന്ത് ചെയ്യണം? അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന അറ്റ് ദ പോയിന്റ് ഓഫ് ജനറേഷൻ, അതായത് നമ്മ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു സമയത്ത് തന്നെ നമ്മ എന്ത് ചെയ്യണം? സെപ്പറേറ്റ് ബാഗ്സുകളിലോ കണ്ടെയ്നേഴ്സിലൊക്കെ ആയിട്ട്
സൂക്ഷിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ് അത് സ്റ്റോർ ചെയ്യുന്നത്? അത് നമുക്ക് കൊണ്ടുപോകുന്നത് എളുപ്പമാക്കാനും അത് ആ ഒരു ഹാൻഡ്ലിങ് അല്ലെ, ബയോമെഡിക്കൽ വേസ്റ്റുകൾ ഹാൻഡിൽ ചെയ്യാനും റിമൂവ് ചെയ്യാനുള്ള പ്രോസസ്സുകൾ എളുപ്പമാക്കുന്നതിന് വേണ്ടിയിട്ട് അത് ഉത്പാദിപ്പിക്കപ്പെടുന്ന ഘട്ടത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, സെപ്പറേറ്റ് കണ്ടെയ്നേഴ്സിലോ ബാഗ്സിലോ ആക്കി സൂക്ഷിക്കുക. ഇപ്പൊ നമ്മ ഒരു എക്സാമ്പിൾ പറയാം. ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമുക്ക് ഇഞ്ചക്ഷൻ എടുക്കാറുണ്ട് അല്ലെ, ഫീവർ കൂടുമ്പോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഒരു ഇഞ്ചക്ഷൻ എടുക്കാറില്ലേ? ആ ഒരു ഇഞ്ചക്ഷൻ എടുക്കുമ്പോ ആ ഘട്ടത്തില് പലതരത്തിലുള്ള വേസ്റ്റുകളാണ് അല്ലെ വരുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? സിറിഞ്ച് ഉണ്ടാവും അല്ലെ, സിറിഞ്ച് ഉണ്ടാവും, നീഡിൽ ഉണ്ടാവും, പിന്നെ എന്താണ് മരുന്നിന്റെ ബോട്ടിൽ ഉണ്ടാവും, കോട്ടൺസ് ഉണ്ടാവും അല്ലെ, കോട്ടൺസ് ഉണ്ടാവും. അപ്പൊ ഇതെല്ലാം ഒരു കണ്ടെയ്നർ അല്ലെങ്കിൽ ഒരു ബാഗിൽ തന്നെയാണോ ഇതെല്ലാം ഇട്ട് വെക്കുന്നത്? നീഡിൽ എന്ത് ചെയ്യും? നീഡില് സിറിഞ്ച് വേറെ അല്ലെ, നീഡില് വേറെ, കോട്ടൺ വേറെ, ബോട്ടിൽ വേറെ, അങ്ങനെയല്ലേ അവർ മാറ്റി സെപ്പറേറ്റ് ചെയ്ത് സൂക്ഷിക്കുന്നത്. അപ്പൊ അതാണ് ഇതിൽ പറയുന്നത്. എന്താണ്, നമുക്ക് അത് ഡിസ്പോസ് ചെയ്യുന്നതിന്, അത് സ്റ്റോറേജ് ചെയ്യുന്നതിനും അത് നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകണം അല്ലെ, ഡിസ്പോസ് ചെയ്യാനായിട്ട്. അപ്പൊ ആ ഒരു ട്രാൻസ്പോർട്ടേഷനും ആ ഒരു റിമൂവൽ നീക്കം ചെയ്യാനുള്ള ജോലി എളുപ്പമാക്കുന്നതിന് വേണ്ടി ഒരു ബുദ്ധിമുട്ടുകൾ അല്ലെ, അസുഖങ്ങളൊന്നും സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി അത് ഉത്പാദിപ്പിക്കപ്പെടുന്ന ഓരോ വേസ്റ്റുകളും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഘട്ടത്തിൽ തന്നെ നമ്മൾ സെപ്പറേറ്റ് കണ്ടെയ്നേഴ്സിലോ അല്ലെങ്കിൽ ബാഗ്സുകളിലോ ആക്കി സൂക്ഷിക്കുക. ഓക്കെ ആണോ? നെക്സ്റ്റ്, ഡ്യൂട്ടി ഓഫ് ഒക്യുപ്പയർ. ആ ഒരു ബയോമെഡിക്കൽ വേസ്റ്റുകളില് വർക്ക് ചെയ്യുന്ന ആളുകളുടെ അല്ലെ, ഒക്യുപ്പയേഴ്സിന്റെ എംപ്ലോയീസിന്റെ ഡ്യൂട്ടി എന്തൊക്കെയാണ്, ജോലികൾ എന്തൊക്കെയാണ്? ഇറ്റ് ഷാൽ ബി the duty of each occupant of a facility producing biomedical waste which comprises a hospital, nursing home, clinic, dispensary, veterinary institution, veterinary institution, കഴിഞ്ഞിട്ട് ഒരു കോമയുണ്ട് കേട്ടോ, animal house, pathological laboratory, blood bank, by no matter what name called, to take all steps to make sure that such waste is handled without any negative impact to human health and the environment. എന്ത് മനസ്സിലായി? മിസ് അത് വായിച്ചപ്പോ എന്ത് മനസ്സിലായേ? By no matter അല്ലെ, by no matter എന്ത് പറഞ്ഞാലും അല്ലെ, എന്തൊക്കെ പറഞ്ഞാലും എന്താണ്, മനുഷ്യന്റെ ആരോഗ്യത്തിന് അല്ലെ, പരിസ്ഥിതിക്കും ഒരു ദോഷവും വരാതെ അല്ലെ, ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റും ഒരു ദോഷവും ഡിസ്പോസ് അത് തന്നെ എന്താണ്, ഒരു ഇമ്പാക്റ്റും ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റും വരുത്താതെ ഇത്തരം മാലിന്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കാൻ വേണ്ട എല്ലാ നടപടിക്രമങ്ങളും സ്വീകരിക്കുക എന്നുള്ളത് ഇവിടെ വർക്ക് ചെയ്യുന്ന ഒക്യുപ്പേഴ്സിന്റെ ഡ്യൂട്ടിയാണ് അല്ലെ. ആ ഒരു വേസ്റ്റ് കൊണ്ട് നമുക്ക് പരിസ്ഥിതിക്കോ പബ്ലിക്കിനോ ബുദ്ധിമുട്ടുണ്ടാകാൻ പാടുണ്ടോ? മനുഷ്യന്റെ ആരോഗ്യത്തിന് അല്ലെ. അപ്പൊ എന്താണ്, അപ്പൊ മനുഷ്യന്റെ ആരോഗ്യത്തിന് അല്ലെ, നമ്മുടെ പബ്ലിക്കിന്റെ ആരോഗ്യത്തിനും പിന്നെ എന്താണ്, എൻവിയോൺമെന്റിന് അല്ലെ, പരിസ്ഥിതിക്കും ഒരു ദോഷവും വരുത്താതെ ഇത്തരം മാലിന്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുക എന്നുള്ളത് ഇവിടെ വർക്ക് ചെയ്യുന്ന എല്ലാ ജീവനക്കാരുടെയും അല്ലെ, എല്ലാ ഓക്യുപ്പയറിന്റെയും ഡ്യൂട്ടിയാണ്. ക്ലിയർ ആയോ? അത് പറയുന്നതാണ് കേട്ടോ. ഫസ്റ്റ് കുറെ പറഞ്ഞിട്ടില്ലേ, ഹോസ്പിറ്റല്, നഴ്സിംഗ് ഹോം, ക്ലിനിക്, ഡിസ്പെൻസറി, വെറ്റിനറി ഇൻസ്റ്റിറ്റ്യൂഷൻ, അനിമൽ ഹൗസ്, ഇവിടെയൊക്കെയല്ലേ ബയോമെഡിക്കൽ വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലേ? ആണോ? അപ്പൊ ഇവിടെയൊക്കെ വർക്ക് ചെയ്യുന്ന എല്ലാ ജീവനക്കാരും എന്ത് ശ്രദ്ധിക്കാം, മനുഷ്യന്റെ ആരോഗ്യത്തിനും പരിസ്ഥിതിക്കും ദോഷകരമുണ്ടാക്കാത്ത രീതിയിൽ ഈ ബയോമെഡിക്കൽ വേസ്റ്റുകൾ കൈകാര്യം ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കാൻ വേണ്ട കാര്യങ്ങൾ സ്വീകരിക്കുക. ക്ലിയർ അല്ലേ? അപ്പൊ അതെന്തൊക്കെ ചെയ്യണം, അവര് കറക്റ്റ് രീതിയിൽ സ്റ്റോറേജ് ചെയ്യണം അല്ലെ, സ്റ്റോറേജ് ചെയ്യണം.
ഹാൻഡിൽ ചെയ്യണം അല്ലെ, ഡിസ്പോസ് ചെയ്യണം, റിമൂവ് ചെയ്യണം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് ഇവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ ഡ്യൂട്ടിയാണ്. ക്ലിയർ ആയോ? ഓക്കെ ആണോ എല്ലാവർക്കും? ബാക്കി എല്ലാവരും ഓക്കെ. നെക്സ്റ്റ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് പ്രോസസ്സ്. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റിന്റെ പ്രക്രിയകൾ അല്ലെ, പ്രോസസ് എന്തൊക്കെയാണ്? ഹോസ്പിറ്റൽ വേസ്റ്റ് ലൈക്ലി, ഇതിൽ ഇനി പറയുന്നത് മൊത്തം നമ്മുടെ വേസ്റ്റുകളാണ് കേട്ടോ. ബയോമെഡിക്കൽ വേസ്റ്റുകൾ ഏതൊക്കെയാണെന്നാണ്. ബോഡി പാർട്സ്, ഓർഗൻസ്, ടിഷ്യൂസ്, ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് എല്ലാം വിത്ത് സോളിഡ് ലിനൻ അല്ലെ. പിന്നെ എന്താണ്? കോട്ടൺസ്, ബാൻഡേജ് ആൻഡ് പ്ലാസ്റ്റർ കാസ്റ്റ് ഫ്രം ഇൻഫെക്റ്റഡ് അല്ലെ. പ്ലാസ്റ്റർ നമുക്ക് കാലൊക്കെ കയ്യൊക്കെ ഒടിയുമ്പോ പ്ലാസ്റ്റർ ഇടില്ലേ, അങ്ങനെയുള്ള പ്ലാസ്റ്റർ കാസ്റ്റ് ഫ്രം ഇൻഫെക്റ്റഡ് ആൻഡ് പൊല്യൂട്ടഡ് ഏരിയാസ് അല്ലെ. ആ ഒരു കാസ്റ്റില് ഇൻഫെക്റ്റഡ്, രോഗബാധ ഏറ്റിട്ടുള്ളതോ അണുബാധ ഏറ്റിട്ടുള്ളതോ ആയ plaster cast and polluted areas are important to properly gathered, separated, stored, moved, handled and disposed of in safe approach to avoid nosocomial or hospital developed illness. Nosocomial infection പഠിച്ചോ? HAI പഠിച്ചോ? hospital acquired infections പഠിച്ചോ? അങ്ങനെ മിസ് എടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ ചാപ്റ്റർ. എന്താണ് അതിന് മിസ് തുടങ്ങിയില്ലേ? സ്റ്റാർട്ട് ചെയ്തില്ലേ? HAI ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ തുടങ്ങിയില്ലേ? ഓക്കെ. ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് വരാൻ സാധ്യതയുള്ള അല്ലെ, അവിടെ എന്തെങ്കിലും എന്താണ് ഇതുകൊണ്ട് നമുക്ക് ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുള്ള, ഹോസ്പിറ്റലിൽ നിന്നും ആർജിക്കുന്ന, നമുക്ക് കിട്ടുന്ന അസുഖങ്ങൾ ഉണ്ടാവുമല്ലോ. ഇപ്പൊ പനി, യൂറിനൽ ഇൻഫെക്ഷൻസ്, മെനിഞ്ചൈറ്റിസ് അല്ലെ. അപ്പൊ അല്ലെങ്കിൽ എന്താണ് സ്റ്റാർട്ട് ചെയ്തു അല്ലെ, നമുക്ക് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസ്, നമുക്ക് സർജറി ചെയ്ത ആ ഒരു ഭാഗത്ത് ഇൻഫെക്ഷൻസ് വരാം. അതൊക്കെ എന്താണ്? ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് ആർജിക്കുന്ന അസുഖങ്ങളല്ലേ. ഇപ്പൊ നമ്മ ഒരു ഹോസ്പിറ്റല് പകർച്ചവ്യാധികള്, അതായത് പുറത്തുനിന്ന് ലഭിക്കുന്നതല്ല, പുറത്തുനിന്ന് ലഭിക്കുന്ന കമ്മ്യൂണിക്കബിൾ ഡിസീസുകളല്ല, ഹോസ്പിറ്റലിൽ നിന്ന് നമ്മ ഒരു ഹോസ്പിറ്റലിൽ പോയി അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന അസുഖങ്ങളെയാണ് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് അത്തരം അസുഖങ്ങൾ നമുക്ക് സ്പ്രെഡ് ചെയ്യുന്നത് ഹോസ്പിറ്റലിൽ നിന്ന്? ശരിയായ രീതിയിലുള്ള വേസ്റ്റ് ഡിസ്പോസൽ അല്ല, വേസ്റ്റ് മാനേജ്മെന്റ് അല്ലെങ്കിൽ നമുക്ക് ഇൻഫെക്ഷൻസ് വരാലോ, അസുഖങ്ങൾ വരാലോ. നമ്മളിൽ പലരും പൊതുവെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ, ആ ഒരു ഹോസ്പിറ്റൽ, പ്രത്യേകിച്ച് ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ ആയിരിക്കും പറയുന്നത്, ആ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാല് എന്താണ് നമുക്ക് ഇല്ലാത്ത അസുഖങ്ങളും കൂടി അവിടെ നിന്ന് ലഭിക്കുന്നു അല്ലെ. ആണോ? പറഞ്ഞിട്ടില്ല ആരും? പറഞ്ഞിട്ടുണ്ട് അല്ലെ. അതെന്തുകൊണ്ടാണ്? ശരിയായ രീതിയിലൊരു വൃത്തിയില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അവിടുത്തെ നല്ല പരിസ്ഥിതി അല്ലാത്തത് കൊണ്ടായിരിക്കും അല്ലെ, ഡേർട്ടി ആയതുകൊണ്ടൊക്കെ ആയിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന ആർജിക്കുന്ന അസുഖങ്ങളാണ് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ. സോ പല രീതിയിൽ അത് സ്പ്രെഡ് ചെയ്യാം, വിശദമായിട്ട് ആ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്ത് ചെയ്യണം? ഇത്തരം നോസോകോമിയൽ ഇൻഫെക്ഷൻസ് വരാത്ത രീതിയിൽ ഈ വേസ്റ്റുകൾ, ബയോമെഡിക്കൽ വേസ്റ്റുകൾ ശരിയായ രീതിയിൽ കളക്ട് ചെയ്യുക അല്ലെ, ഗ്യാതേർഡ് കളക്ട് ചെയ്യുക, അത് സെപ്പറേറ്റ് ചെയ്യുക അല്ലെ. മിസ് പറഞ്ഞു നേരത്തെ എന്താണ്, ഓരോ വേസ്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഘട്ടത്തിൽ തന്നെ സെപ്പറേറ്റ് ചെയ്ത് സൂക്ഷിക്കുക അല്ലെ. ഇപ്പൊ നമ്മ എന്താണ് ആ ഓരോ വേസ്റ്റുകൾ നമ്മ ഒരു കണ്ടെയ്നറിൽ അല്ലെങ്കിൽ ഒരു ബാഗിൽ മാത്രം ഇട്ട് വെച്ചൊക്കെയാണ്, പിന്നെ അത് നമ്മൾ എന്ത് ചെയ്യണം? സെപ്പറേറ്റ് ചെയ്യണ്ടേ? നീഡിൽ വേറെ, കോട്ടൺസ് വേറെ അല്ലെ, കോട്ടൺസ് വേറെ, ബോട്ടിൽ വേറെ ഒക്കെ ആയിട്ട് സെപ്പറേറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ രണ്ടാമത് സെപ്പറേറ്റ് ചെയ്യുന്നത് ഒരുപാട് റിസ്ക് ഉള്ള കാര്യമാണ് അല്ലെ, അപകട സാധ്യതയുള്ള കാര്യമാണ്. ഇൻഫെക്ഷൻസ് ബാധിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമുക്ക് ഇൻഫെക്ഷൻസ് വരും അല്ലെ. അതല്ലെങ്കിൽ സിറിഞ്ച്, അതല്ലെങ്കിൽ എന്താണ് ബ്രോക്കൺ ആയിട്ടുള്ള അല്ലെ, ഷാർപ്പായിട്ടുള്ള സാധനങ്ങളൊക്കെ കൊണ്ട് നമുക്ക് ഇഞ്ചുറീസ് ഒക്കെ വരാലോ. രണ്ടാമത് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ഇഞ്ചുറീസ് ഒക്കെ വരാം അല്ലെ.
അപ്പൊ എന്ത് ചെയ്യണം? അതൊന്നും ഇല്ലാത്ത രീതിയിൽ എന്താണ് കളക്ട് ചെയ്യുക, ഗ്രേഡ് ചെയ്യുക, സെപ്പറേറ്റ് ചെയ്യുക, സ്റ്റോർ അല്ലെ സൂക്ഷിക്കുക. പിന്നെ എന്താണ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യുക അല്ലെ. ഇപ്പൊ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു സ്ഥലത്ത് മാത്രമാണോ ആ വേസ്റ്റ് നമ്മൾ സൂക്ഷിക്കുന്നത്? നമ്മ ആ കണ്ടെയ്നർ നിറഞ്ഞു കഴിയുമ്പോ അത് വേറൊരു ഏരിയ ഉണ്ടായിരിക്കില്ലേ ആ വേസ്റ്റുകൾ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ ആ ഒരു വേസ്റ്റ് സൂക്ഷിക്കുന്ന ഏരിയാസിലേക്ക് നമുക്ക് അത് കൊണ്ടുപോകണം അല്ലെ, മൂവ് ചെയ്യണം. അത് ശരിയായ രീതിയിൽ ഹാൻഡിൽ ചെയ്യുക, കൈകാര്യം ചെയ്യുകയും അത് ഡിസ്പോസ് ചെയ്യുകയും ചെയ്യുക. ക്ലിയർ ആയോ? ആദ്യം പറയുന്ന പ്രോസസ് എന്ന് പറഞ്ഞാല് എന്താണ്? നമുക്ക് നോസോകോമിയൽ ഇൻഫെക്ഷൻ ടെക്നിക്സുകൾ യൂസ് ചെയ്യണം, അതൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്താണ്? നമുക്ക് ഓരോ വേസ്റ്റുകളും അല്ലെ എന്താണ് നോസോകോമിയൽ ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ് വരാത്ത രീതിയിൽ നമ്മുടെ ഈ ബയോമെഡിക്കൽ വേസ്റ്റുകൾ ശരിയായ രീതിയിൽ പ്രോപ്പറായ രീതിയിൽ ശേഖരിക്കുകയും അത് വേർതിരിക്കുകയും അത് സ്റ്റോർ ചെയ്യുകയും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യുക അല്ലെ, ട്രാൻസ്പോർട്ട് ചെയ്യുകയും ഹാൻഡിൽ ചെയ്യുകയും നിർമ്മാർജ്ജനം ഡിസ്പോസ് ചെയ്യുകയും ചെയ്യുക, സംസ്കരിക്കുകയും ചെയ്യുക. ഓക്കെ ആണോ? The process is as follows. Next പറയുന്നത് the process is as follows. അടുത്തത് പ്രോസസ് ഏതൊക്കെയാണെന്ന്. The waste collection. നമുക്കറിയാം ഒരു വേസ്റ്റ് കളക്ഷൻ ആയിരിക്കും അല്ലെ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വേസ്റ്റുകൾ ശേഖരിക്കുക അല്ലെ. അപ്പൊ എന്താണ്? വേസ്റ്റ് കളക്ഷൻ ഈസ് എ സ്റ്റെപ്പ് ഇൻ ദ പ്രൊസീജിയർ ഓഫ് വേസ്റ്റ് മാനേജ്മെന്റ്. വേസ്റ്റ് മാനേജ്മെന്റിലെ ഒരു സ്റ്റെപ്പ്, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വേസ്റ്റ് കളക്ഷൻ ആണ്. ഈസ് മൂവിങ് സോളിഡ് വേസ്റ്റ് ടു ദ പോയിന്റ് ഓഫ് ട്രീറ്റ്മെന്റ് landfill from the point of usage and disposal. എന്താണ്? നമ്മൾ യൂസ് ചെയ്ത സ്ഥലത്ത് നിന്നോ അതല്ലെങ്കിൽ അത് സംസ്കരിക്കുന്നതിന് വെക്കുന്ന ഒരു ഡിസ്പോസൽ പ്ലേസുകളിൽ നിന്നോ അത് നമുക്ക് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ലാൻഡ്ഫിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ നമ്മൾ എന്ത് ചെയ്യുക? മൂവ് ചെയ്യുക അല്ലെ. നമുക്ക് വേസ്റ്റുകൾ ഉപയോഗിക്കുന്ന സ്ഥലത്ത് നിന്ന് അതല്ലെങ്കിൽ നമ്മൾ സൂക്ഷിക്കുന്ന സ്ഥലത്ത് വെച്ച് തന്നെ നമുക്ക് അത് ഡിസ്പോസ് ചെയ്യാനൊക്കെ പറ്റുമോ? ഓട്ടോക്ലേവിങ്, മൈക്രോവേവിങ്, അതൊക്കെ ഒരു സെപ്പറേറ്റ് ഏരിയാസിലാണ് അല്ലെ നടക്കുന്നത്. ആണോ? സെപ്പറേറ്റ് ഏരിയാസിലായിരിക്കും അല്ലെ നടക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ യൂസ് ചെയ്യുന്ന പോയിന്റ് ഓഫ് യൂസ് അല്ലെങ്കിൽ ഡിസ്പോസിന് വെച്ചിരിക്കുന്ന ആ ഒരു പ്ലേസിൽ നിന്ന് അത് നമുക്ക് ഹാൻഡിൽ ചെയ്ത് ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിനോ അതല്ലെങ്കിൽ എന്താണ് ലാൻഡ്ഫിൽ ചെയ്യുന്നതിനോ വേണ്ടിയിട്ട് നമ്മൾ അത് അവിടെ നിന്ന് റിമൂവ് ചെയ്യുക, മാറ്റുക. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് സെഗ്രിഗേഷൻ. സെഗ്രിഗേഷൻ മിസ് നേരത്തെ പറഞ്ഞു, വേർതിരിക്കുക അല്ലെ. Segregation makes it simple to stop the spread of illness. Makes it simple to choose from the point of treatment എന്ന് പറയുന്നത് ഡിസ്പോസൽ തന്നെയാണ് കേട്ടോ. ഡിസ്പോസിംഗ് മെത്തേഡിനെ തന്നെയാണ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഹാൻഡ്ലിംഗ് ചെയ്യുക അതിലെ ട്രീറ്റ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് spread of illness makes it simple to choose from the disposal choice and can lessen the burden on the waste treatment system and protect against injuries. Next, നേരത്തെ മിസ് പറഞ്ഞു എന്ത് ചെയ്യണം? നമ്മുടെ വീട്ടിലെ ഹരിതകർമ്മസേന വേസ്റ്റുകൾ കൊണ്ടുപോകാൻ വരാറില്ലേ? അപ്പൊ നമ്മ കൊടുക്കുന്ന ആ ഒരു ചാക്ക് അല്ലെങ്കിൽ ആ ഒരു ബാഗ് അങ്ങനെ തന്നെ അവർ കൊണ്ടുപോകുമ്പോ നമ്മുടെ വീട്ടിൽ നിന്ന് അങ്ങനെ തന്നെ കൊണ്ടുപോകും അവര്? ഇല്ല, അവരെന്ത് ചെയ്യും? നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ കുടഞ്ഞിടും അല്ലേ, ചട്ടേപ്പാടെ കുടഞ്ഞിടും. എന്നിട്ട് കളർ കവേഴ്സ് വേറെ, നോർമൽ കവേഴ്സ് വേറെ, ബോട്ടില് വേറെ, അങ്ങനെ സെപ്പറേറ്റ് ചെയ്തല്ലേ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ നമ്മ ഒരു സെപ്പറേറ്റ് അപ്പൊ അവർക്ക് എന്താണ് ആ വേസ്റ്റിൽ അവർ കല്ലിട്ട് മാറ്റാണല്ലേ ചെയ്യുന്നത്. നമുക്ക് വേസ്റ്റുകൾ ബയോമെഡിക്കൽ വേസ്റ്റുകൾ അങ്ങനെ കുടഞ്ഞിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ? ബയോമെഡിക്കൽ വേസ്റ്റുകൾ നമുക്ക് യൂസ് ചെയ്ത സ്ഥലത്ത് ഇല്ല അല്ലെ. അതെന്ത് പറ്റും? നമുക്ക് ഇൻഫെക്ഷൻസ് ഉണ്ടാക്കാം, ഇഞ്ചുറീസ് ഉണ്ടാക്കാം അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അത് ആ ഒരു സമയത്ത് തന്നെ അല്ലെ ആ ഒരു ഇൽനെസ് എന്താണ് ഇൻഫെക്ഷൻസ് ഒക്കെ സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ നമ്മൾ വേർതിരിച്ച് സൂക്ഷിക്കാം അല്ലെ. സെഗ്രിഗേഷൻ ചെയ്ത് സൂക്ഷിക്കാലോ.
അതാണ് പറയുന്നത്. സെഗ്രിഗേഷൻ മീൻസ് ഇറ്റ് സിമ്പിൾ ടു സ്റ്റോപ്പ് സ്പ്രെഡ് ഓഫ് ഇൽനസ്. എന്താണ് സെഗ്രിഗേഷൻ എന്ന് പറയുന്നത്? രോഗം പടരുന്നത് തടയുന്നത് എളുപ്പമാക്കുന്നു, ലളിതമാക്കുന്നു. നമ്മൾ സെഗ്രിഗേഷൻ ചെയ്ത് സൂക്ഷിക്കുമ്പോൾ പിന്നെ രോഗങ്ങൾ വരുന്നുണ്ടോ? അത് വീണ്ടും അതിൽ ചെയ്തിട്ടുണ്ടോ? വീണ്ടും അതിൽ കൈയിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്യണോ? വേണ്ട അല്ലെ? വേണ്ട. അപ്പൊ എന്താണ്? രോഗം പടരുന്നത് തടയുന്നത് എളുപ്പമാക്കുന്നു അല്ലെ? പിന്നെ എന്താണ്? മേക്ക് ഇറ്റ് സിമ്പിൾ ടു ചൂസ് ഫ്രം ദ ഡിസ്പോസൽ ചോയ്സ് ആൻഡ് ക്യാൻ ലെസൻ ദ ബർഡൻ ഓഫ് വേസ്റ്റ് ട്രീറ്റ്മെന്റ് സിസ്റ്റം ആൻഡ് പ്രൊട്ടക്ട് അഗൈൻസ്റ്റ് ഇൻജുറീസ്. ഇത് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഡിസ്പോസൽ ചോയ്സ് അതല്ലെങ്കിൽ വേസ്റ്റ് ട്രീറ്റ്മെന്റ് സിസ്റ്റം എളുപ്പമാക്കി തീർക്കുന്നുണ്ടോ? നമുക്ക് ഇനി നെക്സ്റ്റ് ഒരു ടേബിൾ ഉണ്ട് കേട്ടോ. ആ ടേബിളിൽ പറയുന്നുണ്ട് ഓരോ വേസ്റ്റുകളും ഏത് ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഏത് ഡിസ്പോസൽ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ഡിസ്പോസ് ചെയ്യുന്നതിന്. ഇപ്പൊ ബോഡി പാർട്സ് ഉണ്ടാവും അല്ലെ? ഇല്ലേ? നമുക്കറിയാം ബോഡി പാർട്സ് ഇല്ലേ? വേസ്റ്റ് ആയിട്ട്, ബയോമെഡിക്കൽ വേസ്റ്റ് ആയിട്ട് ബോഡി പാർട്സ് ഉണ്ട്, ബോഡി ഫ്ലൂയിഡ്സുകൾ ഉണ്ട്, കോട്ടൻസ് ഉണ്ട് അല്ലെ? സോളിഡ് വേസ്റ്റുകൾ ഉണ്ട്, സോയിൽഡ് വേസ്റ്റുകൾ ഉണ്ട് അല്ലെ? അപ്പൊ ഈ വേസ്റ്റുകൾ എന്ത് ചെയ്യാം? ഓരോ വേസ്റ്റിനും ഓരോ ഡിസ്പോസൽ മെത്തേഡുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇപ്പൊ സിറിഞ്ച് ആണെങ്കിൽ ഒരു കണ്ടെയ്നറിൽ സിറിഞ്ച് ആണെങ്കിൽ നമുക്ക് ആ സിറിഞ്ച് എങ്ങനെയാണോ ഡിസ്പോസ് ചെയ്യുന്നത് ആ ഒരു ഏരിയയിലേക്ക് കൊണ്ടുപോയാൽ പോലെ. ഇൻസിനറേഷൻ ആണെങ്കിൽ ഇൻസിനറേഷൻ ആ ഒരു സെക്ഷനിലേക്ക് കൊണ്ടുപോവാം അല്ലെ? അല്ലെങ്കിൽ മൈക്രോവേവ് ആണ് ചെയ്യുന്നതെങ്കിൽ മൈക്രോവേവ് ആ ഒരു സെക്ഷനിലേക്ക് കൊണ്ടുപോയാൽ പോരെ? മതിയോ? ക്ലിയർ ആയില്ലേ? മതി. അപ്പൊ നമ്മുടെ ഡിസ്പോസൽ മെത്തേഡ്, ഡിസ്പോസൽ ചോയ്സ് എളുപ്പമാക്കിയല്ലേ ചെയ്യുന്നത്? ഡിസ്പോസൽ ചോയ്സ് എളുപ്പമാക്കുകയും ട്രീറ്റ്മെന്റ് സിസ്റ്റം അല്ലെ? വേസ്റ്റ് ട്രീറ്റ്മെന്റ് സിസ്റ്റം നമുക്ക് ഈസി ഒരു ബർഡൻ ഇല്ലാതെ അല്ലെ? നമുക്കൊരു ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാനും അതിൽ നിന്ന് വരുന്ന ഇൻജുറീസ് അല്ലെ തടയാനും സാധിക്കുന്നുണ്ട്. ഇപ്പൊ മിസ് പറഞ്ഞു നമ്മൾ വേസ്റ്റ് സെപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ എന്താണ് ഷാർപ്പായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇൻജുറീസ് വരില്ലേ? ഷാർപ്പ് തിങ്സുകൾ അല്ലെ? നീഡിൽസ്, ബ്രോക്കൺ ആയിട്ടുള്ള ഗ്ലാസ് വെസൽസ് അല്ലെ? നൈഫ്, സിസേഴ്സ് അല്ലെ? അപ്പൊ അതൊക്കെ അതിലിട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ സെപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇൻജുറീസ് ഉണ്ടാവില്ലേ? പരിക്കുകൾ ഉണ്ടാവില്ലേ? അപ്പൊ എന്താണ്? അതൊക്കെ ഒഴിവാക്കാനായി നമ്മ ഇങ്ങനെ സെഗ്രിഗേഷൻ ചെയ്ത് സൂക്ഷിക്കുന്നത്, വേർതിരിച്ച് സൂക്ഷിക്കുന്നത് തടയുന്നു. ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ് ഒരു ടേബിൾ ആണ് കേട്ടോ നിങ്ങൾക്ക് വരുന്നത്. മിസ് ആ ടേബിള് നിങ്ങൾക്ക് എടുക്കാം, നെക്സ്റ്റ് എടുക്കാം കേട്ടോ. അതിക്ക് മുമ്പ് നിങ്ങൾക്ക് ഇവിടെ ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ മെത്തേഡുകൾ പറയുന്നുണ്ട്. ആദ്യം അത് എടുക്കാം. ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ആ ടേബിള് പെട്ടെന്ന് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. കണ്ടോ? ഈ ടേബിളിൽ കണ്ടോ? നിങ്ങൾക്ക് എന്താണ് ഇൻസിനറേഷൻ? എന്താണ് ഇൻസിനറേഷൻ? ആണ് ലോക്കൽ ഓട്ടോക്ലേവിംഗ് ആണ്, മൈക്രോവേവിംഗ് ആണ്, ഇൻസിനറേഷൻ ആണ്, അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അത് എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാലോ. അപ്പൊ നമുക്ക് അത് പഠിക്കാദ്യം തന്നെ കേട്ടോ. Treatment and disposal. The various disposal methods now in use are the following. എന്താണ് ഈ ബയോമെഡിക്കൽ വേസ്റ്റുകൾ ഡിസ്പോസലിന് വേണ്ടി സംസ്കരിക്കുന്നതിന് വേണ്ടി പലതരത്തിലുള്ള ഡിസ്പോസൽ മെത്തേഡുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതൊക്കെയാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ഇൻസിനറേഷൻ ടെക്നോളജി. കേട്ടിട്ടുണ്ടോ? ഇൻസിനറേഷൻ ടെക്നോളജി നമ്മ ഈ ഇലക്ട്രിക്കൽ ശ്മശാനമൊക്കെ കേട്ടിട്ടില്ലേ? ഇലക്ട്രിക്കൽ ഇപ്പം മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് മിസ് പറയുന്നത്. ഇലക്ട്രിക്കൽ ശ്മശാനം അവിടെ എങ്ങനെയാണ്, എന്താ ചെയ്യുന്നത്? അവിടുത്തെ പ്രോസസ് എന്താണ്? മരിച്ച ഒരാളുടെ എന്താണ് ബോഡി ആ ഒരു ഇൻസിനറേറ്ററിൽ ഇട്ടിട്ട് കത്തിച്ച് കളയാണ് അല്ലെ ചെയ്യുന്നത്? അല്ലെ? കത്തിച്ചിട്ട് എന്താണ് അതിൽ നിന്ന് ബാക്കി എന്താണ് നമുക്ക് ബാലൻസ് കത്തിക്കുന്നത്? ബാലൻസ് എന്താ കിട്ടുന്നത്? ആഷസ് ആണ് അല്ലെ കിട്ടുന്നത്? ഇൻസിനറേഷൻ ആഷ് അല്ലേ കിട്ടുന്നത്? ചാരം അല്ലെ?
അതേപോലെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ വേസ്റ്റുകൾ അല്ലെ, നമുക്കറിയാം ഈ ബെഡ് കവർ അല്ലെ, നമ്മുടെ ബെഡ്ഷീറ്റ് ഡീഡിയൽസ് ഒക്കെ നമുക്ക് ഇൻസിനറേറ്ററിൽ വെച്ച് കത്തിച്ച് കളയാം അല്ലെ. അപ്പൊ അതേപോലെ അതിൽ നിന്ന് അതിന്റെയും നമ്മുടെ വേസ്റ്റ് അത് കുറയ്ക്കുകയല്ലേ ചെയ്യുന്നത്. നമ്മ കത്തിച്ച് അത്രയും നമുക്ക് കിട്ടോ, ബാലൻസ് കിട്ടോ. നമ്മ വീട്ടില് ഈ എന്താണ് വേസ്റ്റുകൾ കത്തിക്കാറുണ്ട് അല്ലെ, ചവറുകളൊക്കെ കത്തിക്കാറുണ്ട്, പേപ്പേഴ്സ് കത്തിക്കാറുണ്ട്. നമ്മ കത്തിച്ച് അത്രയും വോള്യം നമുക്ക് ബാലൻസ് കത്തിച്ച് കഴിഞ്ഞിട്ട് കിട്ടാറുണ്ടോ ചാരം? ഒരിത്തിരി കിട്ടുള്ളൂ അല്ലെ, കുറച്ചേ കിട്ടുള്ളൂ അല്ലെ. അപ്പൊ അതേപോലെ എന്താ ചെയ്യുന്നത്, നമ്മ വേസ്റ്റുകൾ, ബയോമെഡിക്കൽ വേസ്റ്റുകൾ, എല്ലാ വേസ്റ്റുകളും അല്ല, ചില ബയോമെഡിക്കൽ വേസ്റ്റുകൾ നമ്മ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻസിനറേഷൻ ടെക്നോളജി യൂസ് ചെയ്തിട്ട് ഇൻസിനറേറ്റ് ചെയ്യുന്നു. നോക്കാതെ പൊതുവായിട്ടുള്ള ഒരു ഐഡിയ ആണ് മിസ് പറഞ്ഞത് കേട്ടോ. ഓക്കെ, this is a high temperature thermal process that employs burning of the waste under controlled condition from changing them into inert material, chemically inactive and gases. എന്താണ്, നമ്മ വേസ്റ്റുകളെ, ബയോമെഡിക്കൽ വേസ്റ്റുകളെ നമുക്ക് കൺട്രോളബിൾ ആയിട്ടുള്ള കണ്ടീഷനിൽ, തീയൊക്കെ ഒരുപാട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? അതല്ല, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതിലും കൂടുതൽ ക്വാണ്ടിറ്റിയിലിട്ട് നമുക്ക് കത്തിക്കാൻ പറ്റുമോ? നമ്മ വീട്ടിലാണെങ്കിലും കത്തിക്കുന്നതിനൊരു അളവുണ്ട് അല്ലേ. ഒരുപാട് ചവറുകളിട്ട് കത്തിക്കണുണ്ടോ നമ്മ? എന്ത് ചെയ്യും, തീ സ്പ്രെഡ് ചെയ്യുമല്ലോ, തീ എല്ലാ ഭാഗത്തേക്ക് സ്പ്രെഡ് ചെയ്യില്ലേ. അപ്പൊ എന്ത് ചെയ്യണം, നമുക്ക് കൺട്രോളബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷനില്, ഒരു അളവില് നമ്മ എന്ത് ചെയ്യുക, വേസ്റ്റുകള് എന്ത് ചെയ്യാണ്, കത്തിച്ചിട്ട് അത് ഇനേർട്ട് മെറ്റീരിയൽസ് അല്ലെ, എന്ന് വെച്ചാല് എന്താണ്, നിഷ്ക്രിയ വസ്തുക്കള്. അപ്പൊ ഈ ചാരം എന്ന് പറയുന്നത് അതിൽ ഇനി എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വരുമോ ചാരത്തിന് കത്തിച്ച് കഴിഞ്ഞിട്ട്? ഇല്ല അല്ലെ, ബേൺ ചെയ്യിച്ചല്ലേ കത്തിക്കുന്നത്. അപ്പൊ നിഷ്ക്രിയ വസ്തുക്കളോ അല്ലെങ്കിൽ രാസപരമായി നിഷ്ക്രിയമായ വസ്തുക്കളോ ആക്കി ആ ഒരു എംപ്ലോയീസ് കത്തിച്ച് കളയുന്നതിനെയാണ് ഇൻസിനറേഷൻ ടെക്നോളജി എന്ന് പറയുന്നത്. ഹൈ ടെമ്പറേച്ചർ തെർമൽ പ്രോസസ് ആണ് കേട്ടോ. ഉയർന്ന താപ പ്രക്രിയയാണ്, ഉയർന്ന ചൂട് പുറപ്പെടുവിച്ചിട്ടല്ലേ നമ്മ അത് കത്തിച്ച് കളയുന്നത് അല്ലേ, ആണോ അല്ലേ? അപ്പൊ എന്താണ്, നമ്മുടെ വേസ്റ്റുകള് ബയോമെഡിക്കൽ വേസ്റ്റുകള് എന്താണ്, ഉയർന്ന താപം, ഉയർന്ന ചൂട് പുറപ്പെടുവിച്ച് അവിടെ നിൽക്കുന്ന എംപ്ലോയീസ് കത്തിച്ച് എന്താണ്, നിഷ്ക്രിയ വസ്തുക്കളാക്കി മാറ്റുന്നതിനെയാണ് ഇൻസിനറേഷൻ ടെക്നോളജി എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാല് എന്ത് ചെയ്യാ, നമ്മുടെ വേസ്റ്റുകള് കത്തിച്ച് കളയുക. ഓക്കെയാണോ? ഇൻസിനറേറ്ററിലിട്ടിട്ട് കത്തിച്ച് കളയുക. ഇപ്പൊ നമ്മുടെ ഇതിലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരുപാട് ഇൻസിനറേറ്റേഴ്സ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്, കണ്ടിട്ടുണ്ടോ? വീടുകളിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് കണ്ടിട്ടില്ലേ? വേസ്റ്റുകൾ അതിലിട്ട് കത്തിച്ച് കളയുക അല്ലെ, പാമ്പേഴ്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇതൊക്കെ ഇൻസിനറേറ്റർ എന്ന് പറഞ്ഞിട്ട് കണ്ടോ ആരെങ്കിലോ? ഒരു മിനിറ്റ്. ഒരു മിനിറ്റ് കേട്ടോ.
കണ്ടോ? അത് പല രീതിയിലുള്ള ഇൻസിനറേറ്റേഴ്സ് ഉണ്ട് കേട്ടോ. നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കിട്ടും കേട്ടോ. അപ്പൊ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ നോക്കാം, റെഫർ ചെയ്യാം കേട്ടോ. അപ്പൊ അതാണ് ഇൻസിനറേറ്റർ. അതിൽ നെക്സ്റ്റ് പറയുന്നത് എന്താണ്? നെക്സ്റ്റ് നമ്മ എന്താണ് ഗ്യാസസോ അല്ലെങ്കിൽ ഇനേർട്ട് മെറ്റീരിയൽ ആക്കി മാറ്റാണ് അല്ലെ. നമുക്ക് വീട്ടില് ബയോ ഇത് ഉപയോഗിക്കാറില്ലേ? കമ്പോസ്റ്റ് ഉപയോഗിച്ചിട്ട് നമ്മ ഗ്യാസ് ആക്കി മാറ്റാറുണ്ട് അല്ലെ, വീട്ടില് പ്രൊഡ്യൂസ് ചെയ്യുന്ന. അപ്പൊ എന്താണ് നമുക്ക് ഈ ഒരു വേസ്റ്റുകൾ ബയോമെഡിക്കൽ വേസ്റ്റ്, ബയോഗ്യാസ് അല്ലെ. അപ്പൊ എന്താണ് നമുക്ക് ഈ വേസ്റ്റുകൾ എന്താണ് കത്തിച്ചിട്ട് ഇനേർട്ട് നിഷ്ക്രിയ വസ്തുക്കളാക്കിയിട്ടോ അല്ലെങ്കിൽ ഗ്യാസ് ആക്കി മാറ്റാനോ സാധിക്കുന്നു. നെക്സ്റ്റ് ഇൻസിനറേറ്റേഴ്സ് ക്യാൻ ബി ഐദർ ഓയിൽ ഫയർഡ് ഓർ പവേർഡ് by electricity or a combination. നമുക്ക് ഈ ഒരു ഇൻസിനറേറ്റേഴ്സ് ഒന്നിൽ ഓയിൽ ഉപയോഗിച്ച്, പെട്രോൾ, ഡീസൽ അല്ലെ, അങ്ങനെയുള്ള ഓയിൽ ഉപയോഗിച്ചു അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്ത് നമുക്ക് കത്തിക്കാനായി സാധിക്കുന്നു, പ്രവർത്തിപ്പിക്കാൻ സാധിക്കുന്നു. അതല്ലെങ്കിൽ രണ്ടിന്റെ കോമ്പിനേഷൻ അല്ലെ, ഇലക്ട്രിസിറ്റിയും ഓയിലും യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇൻസിനറേറ്റർ പ്രവർത്തിപ്പിക്കാനായി സാധിക്കുന്നു. നെക്സ്റ്റ് പറയുന്നത് the advantage of this type of that it can lessen the volume of solid waste to 30% of the original volume. നമ്മൾ പറഞ്ഞു കത്തിച്ച് കഴിഞ്ഞാൽ വേസ്റ്റ് നമുക്ക് എന്തോരം കിട്ടുന്നുണ്ട്? ആ കത്തിച്ച അത്രയും നമുക്ക് കിട്ടുന്നുണ്ടോ? ആഷസ് ചാരം കിട്ടുന്നുണ്ടോ? ഇല്ല അല്ലെ, ഒരു കുറച്ച് അളവാണ് അല്ലെ. അപ്പൊ നമ്മ എന്താണ് കത്തിക്കുന്ന വേസ്റ്റിന്റെ ഒരു 30% മാത്രമാണ് നമുക്ക് അതിൽ നിന്ന് ബാലൻസ് ലഭിക്കുന്നത് അല്ലെ. അത്രയും മാറ്റി നമുക്ക് ആ ഒരു വേസ്റ്റിനെ കുറയ്ക്കാനായി, ലെസൺ ചെയ്യാനായി ആ ഒരു ടോട്ടൽ വോള്യത്തിന്റെ 30% മാത്രമാക്കി നമുക്ക് ആ വേസ്റ്റുകൾ കുറയ്ക്കാനായി സാധിക്കുന്നു. ഓക്കെ ആണോ? ഇൻസിനറേഷൻ മനസ്സിലായോ? ഓക്കെ. നെക്സ്റ്റ് ഓട്ടോക്ലേവിംഗ്. ഓട്ടോക്ലേവിംഗ് എന്ന് പറഞ്ഞാൽ സ്റ്റീം സ്റ്റെറിലൈസേഷൻ ഉപയോഗിച്ച് കാണിട്ട് നമ്മ ചെയ്യാം അല്ലെ, അല്ലെ സ്റ്റീം സ്റ്റെറിലൈസേഷൻ അല്ലെ. ഒരു മിനിറ്റ് കേട്ടോ, മിസ് കാണിച്ചു തരാം. ഒരു മിനിറ്റ്. ഓക്കെ, ഇൻസിനറേഷൻ നോക്കാം. സോറി, ഓട്ടോക്ലേവിംഗ് അല്ലെ. The autoclaving, the process use steam at a high temperature. നമ്മ എന്ത് ചെയ്യാണ്? ഉയർന്ന നീരാവി ഉപയോഗിച്ച് കാണിട്ട് നമ്മ എന്ത് ചെയ്യാണ്? ഡിസിൻഫെക്ട് ചെയ്യാണ് ചെയ്യുന്നത്. സ്റ്റീം അറ്റ് ഹൈ ടെമ്പറേച്ചർ, ഉയർന്ന ചൂടിലെ ടെമ്പറേച്ചർ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? സ്റ്റീം ഉപയോഗിക്കുന്ന പ്രോസസ്സിനെയാണ് ഓട്ടോക്ലേവിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് ബീൻ സജസ്റ്റഡ് ഫോർ മൈക്രോബയോളജി ആൻഡ് ബയോടെക്നോളജി വേസ്റ്റ്, ഷാർപ്പ് വേസ്റ്റ്, ഡേർട്ടി ആൻഡ് സോളിഡ് വേസ്റ്റ്. ഇതൊക്കെയാണ്. ഇത് ഏതൊക്കെ വേസ്റ്റുകളാണ് ഡിസ്പോസിന് വേണ്ടി ഉപയോഗിക്കുന്നത്? മൈക്രോബയോളജി ആൻഡ് ബയോടെക്നോളജി അല്ലെ, നമ്മൾ ലാബുകളിലെ വേസ്റ്റുകള്
ഡിസ്പോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ ഷാർപ്പ് ആയിട്ടുള്ള അല്ലെ സിറിഞ്ചസ് അങ്ങനെയുള്ള ഷാർപ്പ് വേസ്റ്റുകള്, പിന്നെ ഡേർട്ടി ആൻഡ് സോളിഡ് വേസ്റ്റ് അല്ലെ വൃത്തിയല്ലാത്ത ഖരമാലിന്യങ്ങള് അത് എന്താണ് ഡിസ്ഇൻഫെക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓട്ടോക്ലേവിംഗ് യൂസ് ചെയ്യുന്നത്. This technology offers certain categories of waste that is not detrimental so that the treated residue can be landfill. എന്താണ് ഇത്തരം ഡിസ്പോസിംഗ് മെത്തേഡ് ടെക്നോളജി ഓപ്പൺ ചെയ്യുന്നത് നമുക്ക് അതിൽ നിന്ന് ലഭിക്കുന്ന വേസ്റ്റുകൾ ബാക്കി ബാലൻസ് വരില്ലേ, ആ വേസ്റ്റുകൾ എന്തായിരിക്കും ഡിട്രിമെന്റൽ വേസ്റ്റുകൾ അല്ലെ, നോട്ട് ഡിട്രിമെന്റൽ വേസ്റ്റുകൾ ഹാനികരമല്ലാത്ത വേസ്റ്റുകളായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് കിട്ടുന്ന അവശിഷ്ടങ്ങൾ നമുക്ക് ഡിസ്ഇൻഫെക്ട് ചെയ്തിട്ട് കിട്ടുന്ന ആ ഒരു അവശിഷ്ടങ്ങള് നമുക്ക് ലാൻഡ് ഫിൽ ചെയ്യാനായി യൂസ് ചെയ്യാൻ സാധിക്കുന്നു. മിസ് പറഞ്ഞുതരാം. നമ്മുടെ വീട്ടില് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാറില്ലേ? നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മിസ് ആ ഒരു അങ്ങനെയൊക്കെ പറഞ്ഞത്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാറുണ്ട് അല്ലെ. നമ്മൾ ഏതൊക്കെ രീതിയിൽ ബ്രേക്ക്ഫാസ്റ്റ് പുട്ട് ഉണ്ടാക്കാറുണ്ട്, ഇഡ്ഡലി ഉണ്ടാക്കാറുണ്ട്, ഇടിയപ്പം ഉണ്ടാക്കാറുണ്ട്, പിന്നെ എന്താണ് അപ്പം, വെള്ളയപ്പം അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കാറുണ്ട് അല്ലെ, പത്തിരി. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഇഡ്ഡലിയും ഇടിയപ്പം ഒക്കെ ഉണ്ടാക്കുന്നത്? എങ്ങനെയാണ്? സ്റ്റീം ചെയ്തല്ലേ, ആവിയിൽ വേവിച്ചെടുക്കാണ് അല്ലെ ചെയ്യുന്നത്. മറ്റേ ആവിയിൽ വേവിക്കാം അല്ലെ. മറ്റേ ഇതെന്താണ് പത്തിരിയും അപ്പൊക്കെ എങ്ങനെയാണ് ഗ്യാസിൽ നിന്ന് അല്ലെങ്കിൽ അടുപ്പിൽ നിന്ന് നേരിട്ട് ചൂട് കൊടുത്തിട്ടല്ലേ, ഹീറ്റ് കൊടുത്തിട്ടല്ലേ. അപ്പൊ മനസ്സിലായോ? വ്യത്യാസം മനസ്സിലായോ? നമ്മ ഇതെന്ത് ചെയ്യാണ്, നമുക്ക് ഡിസ്ഇൻഫെക്ട് ചെയ്യേണ്ട വേസ്റ്റുകളെ നമ്മ എന്ത് ചെയ്യും, ആ ഒരു ഓട്ടോക്ലേവിംഗിൽ ആ ഒരു മെഷീനിലേക്ക് വെച്ച് കാണിട്ട് ഉയർന്ന നീരാവി അതിലേക്ക് കൊടുത്തിട്ട് എന്ത് ചെയ്യാണ്, ഡിസ്ഇൻഫെക്ട് ചെയ്യുന്നതിനെയാണ് ഓട്ടോക്ലേവിംഗ് എന്ന് പറയുന്നത്. കണ്ടോ? കണ്ടോ? നമ്മ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മ ആവിയിൽ പുഴുകാൻ വെക്കുന്ന പാത്രങ്ങളില്ലേ ഇഡ്ഡലി ചെമ്പ്, അതേപോലെയുള്ള ഒരു വെസൽ ഉണ്ട് അതില് ഓട്ടോക്ലേവിംഗില്. അപ്പൊ നമുക്ക് ഏതൊക്കെയാണോ, ടെസ്റ്റ് ട്യൂബ് ആണോ, സിറിഞ്ചസ് ആണോ, എന്താണ് ഡിസ്ഇൻഫെക്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് നമ്മൾ ആ വെസലിലേക്ക് വെച്ചിട്ട് എന്ത് ചെയ്യുന്നത്, ആ ഒരു വെസല് ക്ലോസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അതിലേക്ക് ഉയർന്ന നീരാവി കൊടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്ഇൻഫെക്ഷൻ ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഓട്ടോക്ലേവിംഗ് എന്താണെന്ന് മനസ്സിലായോ? ഓക്കെ അല്ലേ എല്ലാവർക്കും? ഓക്കെ, നെക്സ്റ്റ് ഇനി നമുക്കുള്ളത് സോറി അതിൽ പറയുന്നുണ്ട് എന്താണ്, ഷാർപ്പ് ആയിട്ടുള്ള വേസ്റ്റുകളൊക്കെയാണ് അല്ലെ നമ്മുടെ അല്ലെങ്കിൽ ലാബുകളിലുള്ള വേസ്റ്റുകളൊക്കെയാണ് ഇത്തരം ഡിസ്ഇൻഫെക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഓട്ടോക്ലേവിംഗ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് മൈക്രോവേവ് ഇറേഡിയേഷൻ. നമ്മുടെ വീട്ടില ചിലരുടെ വീട്ടിലെങ്കിലും മൈക്രോവേവ് ഉണ്ടാവാറുണ്ട് അല്ലെ. നമ്മൾ കേക്കോ അല്ലെങ്കിൽ അൽഫാം ഒക്കെ ബേക്ക് ഇതാക്കാൻ എടുക്കുന്നത് അല്ലെ, കേക്ക് ഒക്കെ ബേക്ക് ചെയ്യാനായിട്ട്. എങ്ങനെയാണ് അപ്പൊ നമ്മൾ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്? ആ ഒരു മൈക്രോവേവിലേക്ക് നമ്മൾ കറണ്ടിലൊക്കെ കുത്തി ഉയർന്ന ചൂട് ഹീറ്റ് കൊടുത്തിട്ടല്ലേ നമ്മൾ അത് ബേക്ക് ചെയ്തെടുക്കുന്നത്.
അപ്പൊ അതേപോലെ എന്താണ് മൈക്രോവേവ് റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിസിൻഫെക്ട് ചെയ്യേണ്ട വേസ്റ്റുകളെ അങ്ങനെയുള്ള മൈക്രോവേവ് മെഷീനിലേക്ക് കൊടുത്തിട്ട് ഉയർന്ന ചൂട് അതിലേക്ക് കൊടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഡിസിൻഫെക്ഷൻ ചെയ്യുന്നത്. മൈക്രോവേവിങ്ങിന്റെ മെഷീനും ആ ഒരു പ്രോസസ് ഒക്കെ യൂട്യൂബിൽ കിടക്കുന്നുണ്ട് കേട്ടോ. നോക്കൂലേ? മിസ്സിനെ കാണിക്കണോ? നേരം പോകുന്നു മേഡം. മിസ്സിന് ആ ഒരു കണ്ടോ? ആ എംപ്ലോയി നിൽക്കുന്നത് കണ്ടോ? അപ്പൊ നമ്മ എന്ത് ചെയ്യാറുണ്ട്? മൈക്രോവേവില് നമ്മ ടൈമും ഹീറ്റും ഒക്കെ നമ്മ തന്നെ സെറ്റ് ചെയ്ത് വെക്കാറില്ലേ? അതേപോലെ എന്ത് ചെയ്യും അവർ ആ മെഷീനില് നമ്മുടെ എത്ര ഹീറ്റ് ആണോ അതിന് കൊടുക്കേണ്ടത് ആ ഒരു ഹീറ്റും ടൈമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതെന്ത് ചെയ്യാണ് ഡിസ്ഇൻഫെക്ഷൻ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ ആണോ? ഓക്കെ അപ്പൊ നോക്കിയേ, മൈക്രോവേവ് irradiation. Microwave is based on the principle of generation of high frequency wave. എന്താണ്? ഉയർന്ന ഫ്രീക്വൻസി വേവുകൾ അല്ലെ ആവൃത്തി തരംഗങ്ങൾ ഉപയോഗിച്ചിട്ടാണ് അതിന്റെ തത്വത്തിലാണ് നമ്മൾ എന്ത് പ്രവർത്തിപ്പിക്കുന്നത്? മൈക്രോവേവ് പ്രവർത്തിപ്പിക്കുന്നത്. These waves cause the particles within the waste material to tremble, generating heat. എന്താണ്? നമ്മ ഈ മൈക്രോവേവില് നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്യാൻ വെക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ചൂടാക്കാൻ വെക്കുമ്പോൾ എന്ത് ചെയ്യും? ആ ഒരു മൈക്രോവേവ് ഒന്ന് ജർക്ക് ചെയ്യാറുണ്ടോ? ട്രംബിൾ അല്ലേ അല്ലെ? വിറപ്പിക്കാൻ ഒരു ഇത് വരാറില്ലേ? അപ്പൊ അതെന്താണ്? ഈ വേസ്റ്റ് മെറ്റീരിയൽസ് വിറപ്പിച്ച് ഉയർന്ന ചൂട് കൊടുത്ത് അല്ലെ ജനറേറ്റിംഗ് ഹീറ്റ് ഉയർന്ന ചൂട് കൊടുത്ത് ആ വേസ്റ്റുകളിലുള്ള കണികകളെ വിറപ്പിച്ചിട്ടാണ്, അതായത് ഉയർന്ന ചൂട് കൊടുത്തിട്ടാണ് ആ വേസ്റ്റുകളെ ഡിസ്ഇൻഫെക്റ്റ് ചെയ്യുന്നത്. Next, this heat produced from within destroys all pathogens. ഈ ഹീറ്റ് എന്ത് ചെയ്യാണ്? ആ വേസ്റ്റുകളിലെ എല്ലാ പാത്തജൻസിനെ രോഗകാരികളെയും നശിപ്പിച്ചു കളയുന്നു. ഓക്കെയാണോ? നമ്മ കുഞ്ഞു കുട്ടികൾക്ക് ബോട്ടിൽ മേടിക്കാറുണ്ട്, ഫീഡിങ് ബോട്ടിൽ മേടിക്കാറുണ്ട് അല്ലെ? ന്യൂബോൺ ബേബീസിനൊക്കെ. അപ്പൊ നമ്മളത് കൊണ്ടുവന്ന് അപ്പൊ തന്നെ അവർക്ക് കൊടുക്കാറുണ്ടോ? കൊണ്ടുവന്ന് അപ്പൊ തന്നെ കൊടുക്കുമോ? നമ്മ ചൂടുവെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് അല്ലെ ഉയർന്ന ചൂട് കൊടുത്തിട്ടല്ലേ അത് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുന്നത്, ഡിസ്ഇൻഫെക്ഷൻ ചെയ്യുന്നത് അല്ലെ? അപ്പൊ എന്താണ്? നമുക്ക് ചൂട് കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് അണുക്കളെ നശിപ്പിച്ച് കളയാൻ പറ്റും അല്ലെ? നീരാവി അല്ലെ? ഉയർന്ന സ്റ്റീം ഉപയോഗിച്ച് നശിപ്പിക്കാം, ഉയർന്ന ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് നശിപ്പിക്കാം അല്ലെ? അപ്പൊ ഉയർന്ന ചൂട് പ്രൊഡ്യൂസ് ചെയ്ത് കാണിട്ട് എന്താണ് വേസ്റ്റുകളിലെ പാത്തജൻസിനെ അല്ലെങ്കിൽ ഇൻഫെക്ഷൻസിനെ ട്രംബിൾ എന്ന് പറയുന്നത് വിറപ്പിക്കാം.
ഇതാക്കി കാണിട്ട് നമ്മ എന്താണ് ഡിസിൻഫെക്ഷൻ ചെയ്യുന്ന ഒരു മെത്തേഡാണ് മൈക്രോവേവ് ഇറേഡിയേഷൻ. ഓക്കെ ആണോ? കെമിക്കൽ മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യാറുള്ളതാണ് വീടുകളില്. നമ്മൾ തറയൊക്കെ ക്ലീൻ ചെയ്യാറില്ലേ, സർഫസുകള് ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ഡെറ്റോയില്, ഫിനോയില്, ലൈസോള് അതേപോലുള്ള കെമിക്കൽസ് യൂസ് ചെയ്യില്ലേ? അപ്പൊ അത് നമ്മൾ ഒരുപാട് ഒഴിക്കാറുണ്ടോ? ആ ഒരു വെള്ളത്തിന്റെ അളവിന് അനുസരിച്ചായിരിക്കും അല്ലെ, അനുപാതത്തിനനുസരിച്ചല്ലേ ഒരു മൂടി അല്ലെ, ഒരു മൂടി അങ്ങനെയൊക്കെയല്ലേ ഒഴിക്കാറ്. അപ്പൊ നോക്കിയേ, നെക്സ്റ്റ് കെമിക്കൽ മെത്തേഡ്സ്. 1% of chemical disinfection, 1% of hydrochloric solution can be used. ഒരു പെർസെന്റേജ് അല്ലെ, ഒരു പെർസെന്റേജ് കെമിക്കൽ ഡിസ്ഇൻഫെക്ഷൻസോ അല്ലെങ്കിൽ ഒരു പെർസെന്റേജ് ഹൈഡ്രോക്ലോറിക് സൊല്യൂഷൻസോ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഡിസ്ഇൻഫെക്ഷൻ ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതാണ് കെമിക്കൽ മെത്തേഡ്സ്. ഓക്കെ ആണോ? നമ്മൾ ക്ലോറിൻ വാട്ടർ, ബ്ലീച്ച്, ഡെറ്റോള് ഒക്കെ യൂസ് ചെയ്തിട്ട് ഡിസ്ഇൻഫെക്ഷൻ നടത്തുന്നത്. ഓക്കെ അല്ലേ? അതിന്റെ ആ ഒരു പെർസെന്റേജ് തന്നിരിക്കുന്നതാണ്, ആ ഒരു ലൈൻ ഉപയോഗിക്കുന്ന ആ ഒരു ഇതാണ്, അളവിനെയാണ് 1% എന്ന് പറയുന്നത്. നെക്സ്റ്റ് പ്ലാസ്മ പൈറോളിസിസ്. പ്ലാസ്മ പൈറോളിസിസ് എന്ന് പറഞ്ഞാല് Plasma pyrolysis is an ultra modern technology. Plasma pyrolysis അത്യാധുനിക സാങ്കേതിക വിദ്യയാണ്. For safe removal of medical waste. നമ്മുടെ മെഡിക്കൽ വേസ്റ്റ് റിമൂവ് ചെയ്യാനുള്ള, നീക്കം ചെയ്യാനുള്ള ഒരു സുരക്ഷിതമായിട്ടുള്ള ഒരു ആധുനിക സാങ്കേതിക വിദ്യയാണ് പ്ലാസ്മ പൈറോളിസിസ്. ചോദിക്കാറുണ്ട് കേട്ടോ, ചോദിക്കാറുണ്ട്, അടയാളപ്പെടുത്താം കേട്ടോ. അപ്പൊ എന്താണ്, ഇറ്റ് ഈസ് ആൻ എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ടെക്നോളജി. ഇത് ഒരു എക്കോ ഫ്രണ്ട്ലി ടെക്നോളജിയാണ്. നമ്മുടെ പരിസ്ഥിതിക്ക് ഒരു ദോഷങ്ങളില്ലാത്ത രീതിയിലുള്ള ഒരു ടെക്നോളജീസ് ആണ്. ഇപ്പൊ ഇൻസിനറേഷൻ അല്ലെങ്കിൽ നമ്മുടെ അതൊക്കെ പറയുമ്പോൾ എന്താണ്, എന്തെങ്കിലും പൊല്യൂഷൻസ് ഉണ്ടാവുമല്ലോ. നമ്മ ആ ഒരു ചേംബർ ഉപയോഗിച്ചപ്പോ കണ്ടില്ലേ, ഇൻസിനറേഷന്റെ ചേംബർ ഉപയോഗിച്ചപ്പോ ആ ഒരു കുഴല് പോയേക്കുന്നത് കണ്ടോ, കണ്ടില്ലേ ആ ഒരു വീഡിയോയില്? അപ്പൊ അത് പൊല്യൂഷൻസ് ഉണ്ടാക്കാൻ സാധ്യതയില്ലേ? ചെറിയ രീതിയിൽ അത് പൊല്യൂഷൻസ് ഒക്കെ ഉണ്ടാക്കാം അല്ലെ. പക്ഷെ ഇതെന്ന് പറയുന്നത് എന്താണ്, ഒരു നമ്മുടെ അന്തരീക്ഷത്തിന് അല്ലെങ്കിൽ പരിസ്ഥിതിക്ക് ഒരു പൊല്യൂഷൻസ്, ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു എക്കോ ഫ്രണ്ട്ലി, എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ടെക്നോളജീസ് ആണ്. The plasma pyrolysis process is a thermal degradation of organic substances in the absence of air or oxygen. Utilize plasma energy. Plasma energy ഉപയോഗിച്ച് നമ്മുടെ ഓക്സിജന്റെ അല്ലെങ്കിൽ വായുവിന്റെ അഭാവത്തില് എന്താണ് പദാർത്ഥങ്ങളിലെ നമുക്ക് ആ ഒരു ഡിസ്ഇൻഫെക്ഷൻ ചെയ്യേണ്ട ആ വേസ്റ്റുകളിലെ എന്താണ് താപനശീകരണത്തിന്, അതായത് വേസ്റ്റ് ഡിസ്ഇൻഫെക്ഷൻ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് പ്ലാസ്മ പൈറോളിസിസ്. നമുക്ക് മാറ്ററിന്റെ സ്റ്റേജുകൾ നമ്മൾ പഠിച്ചിട്ടില്ലേ? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് അല്ലേ, പഠിച്ചിട്ടില്ലേ? ചെറിയ ക്ലാസ്സിലാ പഠിച്ചിട്ടുണ്ടോ? അപ്പൊ നമ്മുടെ മാറ്ററിന്റെ 4ാമത്തെ സ്റ്റേജ് ആണ് എന്ത്, പ്ലാസ്മ. കേട്ടിട്ടുണ്ടോ? 4ാമത്തെ സ്റ്റേജ് പ്ലാസ്മ കേട്ടിട്ടുണ്ടോ? കൂടുതലായിട്ട് പ്ലാസ്മ അല്ലെ. അപ്പൊ ആ ഒരു പ്ലാസ്മ എനർജി, ആ ഒരു ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്ഇൻഫെക്ഷൻ ചെയ്യുന്നത്. അത് ഓക്കെ ആണോ? വീഡിയോ ഉണ്ട് കേട്ടോ, വീഡിയോ ഒന്ന് നോക്കാം. മിസ്സിന് കാണിക്കണ്ടല്ലോ, നമ്മുടെ ടൈം പോവുകയാണ് കേട്ടോ. ഒന്ന് നോക്കാം. അപ്പൊ അതൊന്ന് നോക്കാം. എന്താണ് നമുക്ക് എന്താണ് പ്ലാസ്മ ഊർജ്ജം ഉപയോഗിച്ച് നമ്മുടെ വായുവിന്റെ അഭാവത്തിൽ അല്ലെ, അല്ലെങ്കിൽ നമ്മുടെ ഓക്സിജന്റെ അഭാവത്തില് പദാർത്ഥങ്ങളുടെ താപനശീകരണ പ്രക്രിയയിലൂടെ ഡിസ്ഇൻഫെക്ഷൻ ചെയ്യുന്ന ഒരു പ്രവർത്തനം, ഒരു പ്രോസസ് ആണ് എന്ത്, പ്ലാസ്മ പൈറോളിസിസ്. നെക്സ്റ്റ് ലാൻഡ് ഡിസ്പോസൽ. ലാൻഡ് ഡിസ്പോസൽ ആ പേര് കേൾക്കുമ്പോ തന്നെ നിങ്ങൾക്ക് അറിയാം അല്ലെ, ലാൻഡ് ഡിസ്പോസൽ കേട്ടിട്ടില്ലേ? ലാൻഡ് ഡിസ്പോസൽ അപ്പൊ നോക്കിയേ, the name indicates അല്ലെ, ആ ഒരു പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ land disposal includes 2 methods which are open dumping and sanitary landfill.
അല്ലെ? രണ്ട് രീതിയിൽ ഇത് നടക്കുന്നുണ്ട്, രണ്ട് മെത്തേഡ്സുകളുണ്ട്. ഫസ്റ്റ് വരുന്നത് ഓപ്പൺ ഡംപിങ്. ഓപ്പൺ ഡംപിങ് എന്താണ്? തുറസായ സ്ഥലത്ത് കൊണ്ട് വേസ്റ്റ് സ്കൂളിൽ കൊണ്ടുപോയി തട്ടുകയാണല്ലേ, അല്ലെ? ഡംപ് ചെയ്യാണ് അല്ലെ? അപ്പൊ അങ്ങനെ ഓപ്പൺ ഡംപിങ് ഉണ്ട്, സാനിറ്ററി ഡംപിങ് ഉണ്ട്. സാനിറ്ററി ലാൻഡ്ഫിൽ അതായത് വലിയ കുഴികൾ കുത്തിയിട്ട് അതിലെന്ത് ചെയ്യാണ്? ഈ വേസ്റ്റുകൾ ഇട്ട് മൂടുന്നതാണ് സാനിറ്ററി ലാൻഡ്ഫിൽ. അപ്പൊ ഓപ്പൺ ഡംപിങ് is an unsecure method because the waste would then be discarded in any open space that may lead to pollution problems. അല്ലെ? എന്താണ് ഓപ്പൺ ഡംപിങ് എന്ന് പറയുന്നത്? അൺസെക്യൂർ ആയിട്ടുള്ള അല്ലെ, നമുക്ക് സുരക്ഷിതമല്ലാത്ത ഒരു മെത്തേഡാണ്. എന്തുകൊണ്ടാണ്? ബിക്കോസ് എന്താണ്, നമ്മ ഈ വേസ്റ്റുകൾ നമ്മ ഓപ്പൺ ആയിട്ടുള്ള സ്ഥലത്ത് കൊണ്ടുപോയി തട്ടുന്നതിലൂടെ, ഡംപ് ചെയ്യുന്നതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? അത് പലതരത്തിലുള്ള പൊല്യൂഷൻസ് പ്രോബ്ലംസ് ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് എന്താണ്? അൺസെക്യൂർ ആയിട്ടുള്ള അല്ലെ, സുരക്ഷിതമല്ലാത്ത ഒരു പ്രവർത്തനമാണ് അല്ലെ? ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ഫോർ സാനിറ്ററി ലാൻഡ്ഫിൽ എ സെക്ലൂഡഡ് ഏരിയ ഈസ് സെലക്ടഡ് away from the population. നമ്മൾ ഈ സാനിറ്ററി ലാൻഡ്ഫിൽ എന്ന് പറഞ്ഞാല് ആളൊഴിഞ്ഞ പ്രദേശങ്ങൾ അല്ലെ, നമ്മ പോപ്പുലേഷൻ ഉള്ള ഭാഗത്ത് നിന്ന് ആളൊഴിഞ്ഞ ഭാഗങ്ങൾ നമ്മൾ സെലക്ട് ചെയ്യാണ് അല്ലെ, തിരഞ്ഞെടുക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യാണ്? The dumping is performed in the ditches layer wise and care is taken so that the waste is not exposed to the atmosphere. നമ്മൾ പല തട്ടുകളായി തിരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഈ വേസ്റ്റുകൾ ആ ഒരു കുഴിയിലിട്ട് മൂടുമ്പോൾ എന്ത് ചെയ്യാണ്? അറ്റ്മോസ്ഫിയറിന് ഒരു പൊല്യൂഷൻസ് ഉണ്ടാക്കുന്നില്ല അല്ലെ? അറ്റ്മോസ്ഫിയറിലേക്ക് ഒരു എക്സ്പോസ്ഡ്, ഒരു ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് ഇത് ഡിസ്പോസ് ചെയ്യാനായി സാധിക്കുന്നു. ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാല് ഈ സാനിറ്ററി ലാൻഡ്ഫിൽ നടക്കുന്നത് വലിയ കുഴികൾ എടുക്കും. വലിയ കുഴികൾ എടുത്തിട്ട് അതിൽ ക്ലേ പോലെയുള്ള സാധനങ്ങളില്ലേ, ക്ലേ കേട്ടിട്ടില്ലേ? ക്ലേ മെഴുകും. ആ ഒരു കുഴിയില് ക്ലേ, അതിന്റെ എല്ലാ സൈഡിലും ക്ലേ ഇടും. ക്ലേ ഇട്ട് മെഴുകും. എന്നിട്ട് ഈ വേസ്റ്റുകൾ ഇടും. പിന്നെ എന്താണ്? കുറച്ച് മണ്ണിടും, അതല്ലെങ്കിൽ ബ്ലീച്ചിങ് പൗഡർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇല്ലേ, അതിടും. പിന്നെ ഈ വേസ്റ്റ് ഇടും. അപ്പൊ ഇങ്ങനെ പല ലെയേഴ്സ് ആക്കി തിരിച്ചിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്? ഈ വേസ്റ്റുകൾ ആ കുഴിയിലിട്ട് മൂടുന്നത്. അപ്പൊ ഈ അതല്ലെങ്കിൽ എന്ത് പറ്റും? ഈ വേസ്റ്റുകൾ അതിൽ കിടന്ന് അഴുകിയിട്ട് നമ്മുടെ സോയിലിലേക്ക് സ്പ്രെഡ് ചെയ്യോ? അങ്ങനെ ഇത് ചെയ്തില്ലെങ്കിൽ, ആ ക്ലേ ഇട്ട് അത് ആ ഒരു കുഴി ശരിയാക്കിയില്ലെങ്കിൽ ഇല്ലേ? അതല്ലെങ്കിൽ എന്ത് ചെയ്യും? പ്ലാസ്റ്റിക്കിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഷീറ്റുകളൊക്കെ ഇട്ട് കാണിട്ട് ആ കുഴി ശരിക്കും സെറ്റ് ചെയ്തിട്ടായിരിക്കും വേസ്റ്റുകൾ ഇടുന്നത് അല്ലെ? അതല്ലെങ്കിൽ എന്താണ്? ആ ഒരു വേസ്റ്റ് ആ ഒരു കുഴി കിടന്നിട്ട് അഴുകിയിട്ട് ഭൂഗർഭ ജലത്തിനൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കില്ലേ? കിണറിലെ വെള്ളം, അടുത്തുള്ള കിണറ്റിലെ വെള്ളത്തിനൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കില്ലേ? മനസ്സിലായോ? മനസ്സിലായോ? അപ്പൊ എന്നിട്ട് എന്ത് ചെയ്യും? പല ലെയറുകളാക്കി തിരിക്കും. ആദ്യം വേസ്റ്റ് ഇടും, അതിനുശേഷം മണ്ണോ അതല്ലെങ്കിൽ ബ്ലീച്ചിങ് പൗഡർ ഒക്കെ അല്ലേ അങ്ങനെയുള്ള സാധനങ്ങളിടും, പിന്നെയും വേസ്റ്റ് ഇടും. അപ്പൊ അതെന്ത് ചെയ്യും? അതിൽ കിടന്ന് തന്നെ ഇതായിക്കോളും അല്ലെ? ഡിസ്ഇൻഫെക്ഷൻ നടക്കുമല്ലോ ബ്ലീച്ചിങ് പൗഡർ ഒക്കെ ഇടുമ്പോൾ. നമ്മൾ വീട്ടിലൊക്കെ ബ്ലീച്ചിങ് പൗഡർ ഇടാറില്ലേ ഡിസ്ഇൻഫെക്ഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്? അപ്പൊ എന്ത് ചെയ്യും? അങ്ങനെ പല ലെയറുകളാക്കി തിരിച്ച് എന്നിട്ട് ഇതിട്ട് മൂടും. വീണ്ടും ഇത് സെറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് അന്തരീക്ഷത്തിന് പൊല്യൂഷൻസ് ഉണ്ടാക്കുന്നുണ്ടോ ഈ സാനിറ്ററി ലാൻഡ്ഫിൽ നടത്തുന്നത് കൊണ്ട്? ഇല്ല അല്ലെ? ഓപ്പൺ ഡംപിങ്ങിനേക്കാളും സേഫ് അല്ലേ? ഓപ്പൺ ഡംപിങ്ങിനേക്കാളും സേഫ് അല്ലേ സാനിറ്ററി ലാൻഡ്ഫിൽ അല്ലേ? ഇതാണ് രണ്ട് തരത്തിലുള്ള ലാൻഡ് ഡിസ്പോസൽ മെത്തേഡ്. ഓക്കെ ആണോ? ഓക്കെയാണോ? ഇന്നത്തെ ഭാഗം ഓക്കെയാണോ മക്കളെ? ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. നാളെ ഉണ്ട് കേട്ടോ മിസ്. ഇന്ന് ജസ്റ്റ് മിസ് ഇംഗ്ലീഷ് ക്ലാസ്സിൽ കയറിയതാണ്. അപ്പൊ മിസ് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. ബാക്കി നാളെ എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് പീരീഡ് ഉണ്ട്, ആതിര മിസ് ഉണ്ട്.